ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഹണി ഗാർലിക് ചിക്കൻ ആണ്. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. അതേപോലെ അത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. നിങ്ങളെല്ലാവരും അത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതിനായി ഒരു 750 ഗ്രാം ചിക്കൻ ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. സോയ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് വിനെഗർ ഒരു ടേബിൾ സ്പൂൺ. കോൺഫ്ലവർ ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിതിലേക്ക് ഒരു നുള്ള് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇപ്പോൾ ചിക്കൻ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ വറുത്ത എണ്ണയിൽ ബാക്കി വന്നത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കുന്നുണ്ട്. ഇപ്പം ബട്ടറെല്ലാം മെൽറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഹണി 3 ടേബിൾ സ്പൂൺ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കോൺഫ്ലവർ മിക്സ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ നോർമൽ വാട്ടർ ആഡ് ചെയ്ത് കലക്കി എടുത്തിട്ടുള്ളതാണിത്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. സോസ് എല്ലാം ചിക്കനിലേക്ക് നന്നായി പിടിക്കത്തക്കവണ്ണം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സോസ് എല്ലാം നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇത് ചപ്പാത്തിയുടെ കൂടെയും നാൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഡിഷാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.